ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ കിടന്നിരുന്നു കേട്ടോ. ഇക്കയ്ക്ക് ഇന്ന് ലീവാണ്, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എണീറ്റപ്പോഴത്തേനൊരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്കാണ് കേട്ടോ. ഒരു പകുതി ചെറുനാരങ്ങയും അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് തേനും കൂടി ചേർത്തിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് അതാണ് ഞാൻ വെറും വയറ്റിൽ കുടിക്കൽ. പിന്നെ നമ്മളെല്ലാവരും ബ്രെഡും ന്യൂട്രലൊക്കെയാണ് കഴിച്ചത് കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് കാര്യമായിട്ട് ചായക്കൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. പള്ളിയിൽ പോയി വന്നതിന് ശേഷം വേഗം ഭക്ഷണം കഴിക്കലാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി കുട്ടികളെ കൂടെ ഇങ്ങനെ ഓരോ കളിയിലൊക്കെ ആയിരുന്നു കേട്ടോ. ചെറുതിനെ ഇങ്ങനെ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ വേസ്റ്റിലൊക്കെ കൊണ്ടുപോയിടാൻ പോകാറുണ്ട്. അങ്ങനെ ഓരോ കളിയേന്. അത് കണ്ടപ്പോൾ മറ്റാൾക്കും ഇങ്ങനെ ഇടണം. അങ്ങനെ രണ്ടാളെയും അങ്ങനെ കവറിൻ്റെ ഉള്ളിലാക്കി കുറച്ച് സമയം നമ്മളിങ്ങനെ കളിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫുഡ് പുറത്തുനിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരത്തേക്കുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. മാങ്ങ ജ്യൂസ് അടിക്കും. നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാട്ടോ. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് 3 ആൾ നല്ല ഉറക്കിലാട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാമെന്നുള്ളതിൽ ഫ്രൂട്ട്സൊക്കെ മുറിക്കുകയായിരുന്നു കേട്ടോ. ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വത്തക്ക കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരൊക്കെ എണീറ്റ് നമ്മളിതങ്ങനെ ജ്യൂസും ഇതൊക്കെ കുടിക്കാൻ വേണ്ടി പോവാണ്. നിയമമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. അവൾ ജ്യൂസ് കുടിക്കില്ല. അപ്പോൾ കുറച്ച് മാങ്ങ അതിന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി എന്നിട്ട് കഴിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പുറത്ത് പോകാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. ഒരു പുതിയൊരു കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിന്. അന്ന് കുറച്ച് മുന്നേ ഞങ്ങൾ പോയപ്പം നല്ല തിരക്കേനു. ഫുൾ ബ്ലോക്കായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് അങ്ങോട്ടൊക്കെ പോകാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇക്കയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ബുക്ക് സ്റ്റാളിലാണ് കയറിയത്. അവിടെ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ ഇതേമാതിരി ഇങ്ങനെ കുറച്ച് നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്താട്ടോ. ഞങ്ങളങ്ങനെ സാധനങ്ങളൊന്നും ഇവിടുന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഷാർപ്പർ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈഷു പിന്നെ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ വലിച്ച് വാരി ഇടേനു കേട്ടോ. കണ്ട സാധനങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തളിക്കുന്നുണ്ട്. പിന്നെ അക്കാക്ക് വേണ്ട സാധനം മാത്രം എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പുതിയ കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അവിടുന്ന് ഇതങ്ങനെ ഫുള്ളായിട്ട് കുറേ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തല മുതൽ മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മിഠായി കാര്യങ്ങളൊക്കെ ഇതിൽ ഇരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മിഠായികളൊക്കെ വാങ്ങിക്കൊടുത്ത് അതിലങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ. വിഷു എടുക്ക് വിഷു എടുക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. മക്കൾക്ക് രണ്ടാൾക്കും തണുപ്പാണ്. അപ്പം നല്ല 2 ക്യാപ്പൊക്കെ വാങ്ങി എനിക്കൊരു ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവാണ്. നൈഷുവിൻ്റെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള സന്തോഷത്തിലാണ് കേട്ടോ. ഓരോ കളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.
വീഡിയോ കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.